Once again, warm good morning to one and all. അപ്പോൾ നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സെലക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനലായിരുന്നു. അതായത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ. സോ ഇതിൻ്റെ ആദ്യത്തെ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഫാക്ടേഴ്സ് റിലേറ്റിംഗ് പ്രോഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടർ റിലേറ്റിംഗ് കമ്പനി ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവയായിരുന്നു അവ. സോ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സും കമ്പനിയുടെ ഫീച്ചറും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഫാക്ടർ റിലേറ്റിംഗ് ടു മാർക്കറ്റ് ഓർ കൺസ്യൂമേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ കൺസ്യൂമേഴ്സിൻ്റെയും മാർക്കറ്റിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്കൊന്ന് പരിശോധിക്കാം. മാർക്കറ്റ് ഓർ കൺസ്യൂമേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് റെഫേഴ്സ് ടു ബൈയിങ് ഹാബിറ്റ്സ്, ലൊക്കേഷൻ ഓഫ് മാർക്കറ്റ്, സൈസ് ഓഫ് ഓർഡേഴ്സ് എക്സെട്ര. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് ഫാക്ടേഴ്സ് റിലേറ്റിംഗ് ടു മാർക്കറ്റ് ഓർ കൺസ്യൂമർ ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്ക് നാലായിട്ട് തരംതിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ എഫക്റ്റ് ചെയ്യുന്ന റീസൺസിനെ നമ്മൾ നാലായിട്ട് തരംതിരിക്കുന്നുണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് കൺസ്യൂമർ ബൈയിങ് ഹാബിറ്റ്സ് ആണ്. സെക്കൻഡ് ലൊക്കേഷൻ ഓഫ് ദ മാർക്കറ്റ് ആണ്. തേർഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആണ്. ഫോർത്ത് സൈസ് ഓഫ് ഓർഡേഴ്സ് ആണ്. സോ ഈ ഓരോ പോയിന്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ ആദ്യത്തെ ഏരിയ കൺസ്യൂമേഴ്സ് ബൈയിങ് ഹാബിറ്റ്സ് ആണ്. സോ കൺസ്യൂമേഴ്സ് ബൈയിങ് ഹാബിറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സോ അപ്പോൾ തീർച്ചയായും എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഉത്തരം. കാരണം ഇപ്പോൾ കൺസ്യൂമേഴ്സ് ആഫ്റ്റർ സെയിൽ സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളാണ് കൺസ്യൂമർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ വാറണ്ടി, ആഫ്റ്റർ സെയിൽ സർവീസ് അല്ലെങ്കിൽ കൃത്യമായ സെയിൽസ്മാൻ്റെ അഡ്വൈസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു കമ്പനി എന്ത് ചെയ്യണം, ഇൻഡയറക്റ്റ് ചാനൽ, അതായത് നമ്മൾ നോർമലായിട്ട് സെലക്ട് ചെയ്യുന്ന 2 ലെവൽ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സെലക്ട് ചെയ്യണം. സോ ഇവിടെ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. കൺസ്യൂമേഴ്സിൻ്റെ ബൈയിങ് ഹാബിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ബൈയിങ് ഹാബിറ്റ്സ് ഓൾസോ ഇൻഫ്ലുവൻസസ് ദ ചാനൽ ഡിസിഷൻ. ഇഫ് ദ കൺസ്യൂമർ എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഓർ ഡിസൈർസ് പേഴ്സണൽ സർവീസസ് ഓഫ് ദ സെയിൽസ്മാൻസ് of desires to make all purchase at one place, the channels of distribution may be short or long depending on the capacity of the company. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് കൺസ്യൂമർ ബൈ ചെയ്യുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രതീക്ഷിക്കുന്നുണ്ട്, ആഫ്റ്റർ സെയിൽ സർവീസ് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മിഡിൽമാൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറീസിൻ്റെ അഡ്വൈസ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇഫ് ദ മാനുഫാക്ചർ ക്യാൻ അഫോർഡബിൾ ദസ് ഫെസിലിറ്റി, ദ ചാനൽ വിൽ ബി ഷോർട്ടർ, അതർവൈസ് ലോങ്ങർ. അപ്പോൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൺസ്യൂമേഴ്സ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കമ്പനി, നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ബാറ്റയുടെ ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ബാറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ആഫ്റ്റർ സെയിൽ സർവീസും അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസ് അല്ലെങ്കിൽ കൃത്യമായ മിഡിൽമാൻ്റെ ഇടപെടലൊക്കെ ബാറ്റ മാനുഫാക്ചറിന് തന്നെ കൃത്യമായിട്ട് നടത്താൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള കേസാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ചാനലാണ് എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. സോ ഇപ്പോൾ കമ്പനീസിന് ഇതുപോലെയുള്ള ആഫ്റ്റർ സെയിൽ സർവീസ്, വാറണ്ടി അല്ലെങ്കിൽ എക്സ്പേർട്ട് സർവീസസ് ഒന്നും നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, ഇൻഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. സോ ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞതിൻ്റെ സാരം, കൺസ്യൂമർ ബൈയിങ് ഹാബിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ചാനലിൻ്റെ സെലക്ഷനിൽ സ്വാധീനിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഉദാഹരണമായിട്ട് പറഞ്ഞത് ആഫ്റ്റർ സെയിൽ സർവീസ് ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെ സർവീസസ് വേറൊരു ഉദാഹരണമാണ്, പിന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റി ഉദാഹരണങ്ങളാണ്. സോ ഇതുപോലെയുള്ള ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാൻ കമ്പനിക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് പ്രിഫർ ചെയ്യുക, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് ദ മാർക്കറ്റ് ആണ്. വെൻ എ കസ്റ്റമേഴ്സ് ആർ സ്പ്രെഡ് ഓവർ എ വൈഡ് geographical area, the long channels of distribution is most suitable.
On the contrary, if the customer are concentrated and localized, direct selling would be beneficial. അപ്പോൾ ലൊക്കേഷൻ ഓഫ് ദ മാർക്കറ്റ് പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സ് എല്ലാം പല സ്ഥലങ്ങളിലായിട്ടാണ് ഉള്ളത്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഉള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ലോങ്ങസ്റ്റ് വേ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ പറയുന്ന കാര്യം 2 ലെവലോ 3 ലെവലോ ചാനൽ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേരാമ്പ്ര ഇന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ പ്രോഡക്റ്റ് വിവിധ 3 സ്റ്റേറ്റുകളായിട്ട് വിൽക്കപ്പെടുന്നുണ്ട്. അതായത് കേരളത്തിലുണ്ട്, തമിഴ്നാടുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്. സോ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്, ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ ഇങ്ങനെ ജോഗ്രഫിക്കൽ ഏരിയ വളരെ വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യണം. അതായത് 2 ലെവൽ അല്ലെങ്കിൽ 3 ലെവൽ. 2 ലെവൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കസ്റ്റമേഴ്സ്. 3 ലെവൽ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? മാനുഫാക്ചർ, ഏജൻറ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ, കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് വരും. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമർ ലോക്കലൈസ്ഡ് ഏരിയ ആണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അച്ചാർ പൊടി പോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്നത് അവരെന്താണ്? അവരുടെ ഒരു കോൺസെൻട്രേറ്റഡ് ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. സോ അവർക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. സോ അതാണ് ലൊക്കേഷൻ ഓഫ് ദ മാർക്കറ്റ് പറയുന്നത്. സിമ്പിൾ പോയിന്റ് ആണ്. വലിയ ജോഗ്രഫിക്കൽ ഏരിയ ആണെങ്കിൽ ഇൻഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സെലക്ട് ചെയ്യണം. അതായത് 2 ലെവലോ 3 ലെവലോ ചാനൽ സെലക്ട് ചെയ്യണം. കുറഞ്ഞ ഏരിയ അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻ കുറഞ്ഞ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ, ചെറിയ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജോഗ്രഫിക്കൽ ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പോയിൻ്റാണ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ ചാനൽ ഡിസിഷൻ. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഈസ് ക്വൈറ്റ് ലാർജ്, ദ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മേ ബി ഇൻഡയറക്റ്റ് ആൻഡ് ലോങ്, സച്ച് ആസ് wholesaler, retailer, etc. On the contrary, if the number of customers are small, limited, direct selling may be beneficial. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വലിയ ബിസിനസ് ഓപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള കമ്പനീസ് ഏത് ചാനലായിരിക്കും പ്രിഫർ ചെയ്യുക? കോമൺ സെൻസ് ആണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ? ഒരിക്കലും ഡയറക്റ്റ് സെല്ലിംഗ് പോസിബിൾ അല്ല. കാരണം ഓരോ കസ്റ്റമേഴ്സിനെയും കണ്ട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു സിസ്റ്റം പോസിബിൾ അല്ല. സോ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇൻഡയറക്റ്റ് ചാനൽസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതായത് 2 വേ ചാനൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 വേ ചാനലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനുഫാക്ചർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കസ്റ്റമേഴ്സ് ചാനലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം പൊതുവേ കുറവാണ്. ഉദാഹരണമായിട്ട് നമുക്കൊരു 100 to 300 അല്ലെങ്കിൽ ഒരു 1000 കുറവ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ചാനൽ നമുക്ക് നേരിട്ട് പോയിട്ട് മാനുഫാക്ചർ ടു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെയിൽസ് ഓഫ് ഓർഡേഴ്സ് ആണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷന് കിട്ടുന്ന ഓർഡറിൻ്റെ സെയിൽസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുന്നതിന് ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സെയിൽസ് ഓഫ് ഓർഡേഴ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഇൻഫ്ലുവൻസ് ദ ചാനൽസ് ഡിസിഷൻ സിഗ്നിഫിക്കൻ്റ്ലി. വർ കസ്റ്റമേഴ്സ് പർച്ചേസ് ദ പ്രോഡക്റ്റ് ലാർജ് ക്വാണ്ടിറ്റി, direct selling may be preferred. On the contrary, when customers purchase the product in small quantity, frequent and regularly, such as cigarettes, matches, etc., long channel of distribution may be preferred. അപ്പോൾ പറയുന്ന കാര്യം, ഇപ്പോൾ സെയിൽസ് ഓഫ് ഓർഡേഴ്സ് പറയുന്ന കാര്യം സിമ്പിളാണ്. നമ്മൾ ലാർജ് ഓർഡറാണ് വാങ്ങുന്നതെങ്കിൽ, മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് നല്ലത്. അതായത് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വാങ്ങുന്നതാണ് നല്ലത്. ഇപ്പോൾ സ്മോൾ യൂണിറ്റ് ആണ് വാങ്ങുന്നത്. ഉദാഹരണമായിട്ട് പറയുന്നത് സിഗരറ്റ്, തീപ്പെട്ടി പോലെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ സിഗരറ്റും തീപ്പെട്ടിയും ഒക്കെ പീടികയിൽ എങ്ങനെയാണ് വിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കുക. മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ്. അപ്പോൾ സ്മോൾ യൂണിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അല്ലെങ്കിൽ 2 ലെവൽ ചാനൽ യൂസ് ചെയ്യുന്നു. ലാർജ് യൂണിറ്റ്, അതായത് വലിയ സൈസ് ഓഫ് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റായിട്ട് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. ഡയറക്റ്റായിട്ട് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഡയറക്റ്റായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇൻഡയറക്റ്റ് ലെവൽ ചാനൽ 2
മിഡിൽമാൻ കൂടി വരുന്നുണ്ട്, 2 അല്ലെങ്കിൽ മിനിമം 1 മിഡിൽമാൻ വരുന്നുണ്ട്. അങ്ങനെ ഒരു മിഡിൽമാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്കും കൂടി ഒരു എക്സ്ട്രാ കോസ്റ്റ് പേ ചെയ്യേണ്ടതുണ്ട്. സോ ഇവിടെ സൈസ് ഓഫ് ഓർഡർ വലുതാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് പ്രിഫർ ചെയ്യുന്നത്. ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ പ്രിഫർ ചെയ്യാനുള്ള ഒരു കാരണം ആയിട്ട് പറയുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് റിലേറ്റിംഗ് ടു മിഡിൽമാൻ കൺസിഡറേഷൻ ആണ്. സോ അതിനു മുമ്പ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മാർക്കറ്റ് ആൻഡ് കൺസ്യൂമർ ക്യാരക്ടറിസ്റ്റിക്സ് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. സോ അതിൽ സിമ്പിളായിട്ടുള്ള 4 പോയിൻ്റേ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അടുത്തതായിട്ട് ഫാക്ടേഴ്സ് റിലേറ്റിംഗ് ടു മിഡിൽമാൻ കൺസിഡറേഷൻ, അതായത് മിഡിൽമാൻ്റെ കൺസിഡറേഷൻ അല്ലെങ്കിൽ മിഡിൽമാൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാനുണ്ട്. സോ ഇവിടെ 4 പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. സെയിൽസ് വോളിയം പൊട്ടൻഷ്യൽ ഫസ്റ്റ് പോയിൻ്റ്, സെക്കൻഡ് അവൈലബിലിറ്റി ഓഫ് മിഡിൽമാൻ, തേർഡ് മിഡിൽമാൻ ആറ്റിറ്റ്യൂഡ്, ഫോർത്ത് സർവീസ് പ്രൊവൈഡേഴ്സ് ബൈ മിഡിൽമാൻ, 5 കോസ്റ്റ് ഓഫ് ചാനൽ. സോ നമ്മൾ ഈ ഒരു 5 സബ് പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പോയിന്റ് സെയിൽസ് വോളിയം പൊട്ടൻഷ്യൽ. അപ്പോൾ സെയിൽസ് വോളിയം പൊട്ടൻഷ്യൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇൻ സെലക്ടിങ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ദ കമ്പനി ഷുഡ് കൺസിഡർ ദ കാപ്പബിലിറ്റി ഓഫ് മിഡിൽമാൻ ടു എൻഷുർ ദ targeted sales volume. The sales volume potential of the channel may be estimated through market surveys. However, it should kept mind that no single channel is capable for achieving the targeted sales potential. അപ്പോൾ ഇവിടെ പറയുന്നത് സെയിൽസ് വോളിയം പൊട്ടൻഷ്യൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മിഡിൽമാൻ്റെ കപ്പാസിറ്റിയാണ്. അതായത് എത്രത്തോളം സെയിൽസ് വോളിയം വിൽക്കാൻ മിഡിൽമാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് സെയിൽസ് വോളിയം പൊട്ടൻഷ്യലിൽ പറയുന്നത്. സോ ഈ ഒരു സെയിൽസ് വോളിയം പൊട്ടൻഷ്യൽ നമ്മൾ ഏത് ചാനലാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മിഡിൽമാൻ അല്ലെങ്കിൽ നമ്മുടെ ഏജൻറ്റിൻ്റെ സെയിൽസ് വോളിയം പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രിഫറബിൾ ഏതാണ്, ഇൻഡയറക്റ്റ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം നമ്മുടെ സെയിൽസ്മാന് അല്ലെങ്കിൽ മിഡിൽമാന് കൃത്യമായ കപ്പാസിറ്റി ഉണ്ട്, ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള സാധനങ്ങൾ സെല്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഇങ്ങനെ സാധനങ്ങൾ സെല്ല് ചെയ്യുന്നത് വഴി ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബിസിനസ് വോളിയം കൂട്ടാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് മിഡിൽമാൻ ആണ്. അതായത് നമുക്ക് എത്രത്തോളം മിഡിൽമാനെ കിട്ടുന്നുണ്ട്, അതായത് ഹോൾസെയിലർ റീറ്റെയിൽ രൂപത്തിൽ നമ്മുടെ പ്രൊഡക്റ്റിന് എത്രത്തോളം ആളുകളെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, അവൈലബിലിറ്റി ഓഫ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് മിഡിൽമാൻ also is an important consideration in making channels choice distribution. In this connection, the company should make effort to select aggressive oriented middleman. In case of their availability is desired to wait for some time and then to pick it up. അപ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണം, കോമ്പീറ്റൻ്റ് ആയ സാധനങ്ങൾ വിൽക്കാൻ കഴിവുള്ള മിഡിൽമാനെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് സപ്പോസ് അങ്ങനെയുള്ള മിഡിൽമാനെ കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് സെല്ല് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. സോ ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് 2 പോയിൻ്റാണ്, സെയിൽസ് വോളിയം പൊട്ടൻഷ്യലും അവൈലബിലിറ്റി ഓഫ് മിഡിൽമാനും. സോ പോയിൻറ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. തേർഡ് പോയിന്റ് പറയുന്നത് മിഡിൽമാൻ ആറ്റിറ്റ്യൂഡാണ്. അതായത് കസ്റ്റമേഴ്സിനെ എങ്ങനെ മിഡിൽമാൻ ഡീല് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് വോളിയം മിഡിൽമാൻ എത്രത്തോളം ഉയർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മിഡിൽമാൻ ടുവാർഡ്സ് ദ പോളിസീസ് ഓഫ് ദ കമ്പനി ഓൾസോ ഇൻഫ്ലുവൻസസ് ദ ചാനൽസ് ഡിസിഷൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ കമ്പനി ഫോളോസ് ദ റീസെയിൽസ് പ്രൈസ് മെയിൻ്റനൻസ് പോളിസി, ദ ചോയ്സ് ഈസ് ലിമിറ്റഡ്. ഓൺ ദ contrary, if the company allows the middleman to adopt their own price policy, the choice is quite a large number of middleman. അപ്പോൾ മിഡിൽമാൻ ആറ്റിറ്റ്യൂഡ് പറയുന്നതിന് നമ്മൾ പ്രധാനമായും പറയുന്നത് ഒരു പോയിൻ്റാണ്, കമ്പനിയുടെ പോളിസിയുമായിട്ട് എങ്ങനെ മിഡിൽമാൻ കോപ്പപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് മിഡിൽമാൻ എത്രത്തോളം കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ സെയിൽസ് ഉയർത്താൻ എത്രത്തോളം മിഡിൽമാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഫോർത്ത് പോയിന്റ്, സർവീസ് പ്രൊവൈഡഡ് ബൈ മിഡിൽമാൻ.
നാലാമതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് മിഡിൽമാൻ്റെ സർവീസ് ക്വാളിറ്റിയാണ്. കാരണം സർവീസ് ക്വാളിറ്റി ഉള്ള മിഡിൽമാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡയറക്റ്റ് ചാനൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇഫ് ദ നാച്ചർ ഓഫ് പ്രോഡക്റ്റ് റിക്വയർ ആഫ്റ്റർ സെയിൽ സർവീസ്, റിപ്പയർ സർവീസ് എക്സെട്ര സച്ച് ഓട്ടോമൊബൈൽസ്, കാർസ്, സ്കൂട്ടർ എക്സെട്ര, ഓൺലി ദോസ് മിഡിൽമാൻ ഷുഡ് ബി അപ്പോയിൻറ്റഡ്. അതായത് ഇവിടെ പറയുന്ന കാര്യം, സർവീസ് പ്രൊവൈഡ് ബൈ മിഡിൽമാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ആഫ്റ്റർ സെയിൽ സർവീസൊക്കെ കൊടുക്കുന്ന ബിസിനസ് ഓപ്പറേഷൻ ആണെങ്കിൽ, അങ്ങനെയുള്ള ഉദാഹരണമായിട്ട് പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, കാറ്, സ്കൂട്ടേഴ്സ് ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിപ്പയേഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റിപ്പയേഴ്സ് കൊടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആണെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മിഡിൽമാൻ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് കോസ്റ്റ് ഓഫ് ചാനലാണ്. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഒരു വളരെ വലിയ ഫാക്ടറാണ്. കാരണം നമ്മൾ കോസ്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ട് ഏത് ചാനലാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കും. അനദർ ഫാക്ടർ കൺസിഡറിങ് ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ, ഡയറക്റ്റ് സെല്ലിംഗ് ജനറലി ഈസ് കോസ്റ്റ്ലിയർ. ഇൻ ദിസ് ഡിസ്ട്രിബ്യൂഷൻ അറേഞ്ച്ഡ് ത്രൂ മിഡിൽമാൻ ഈസ് മോർ എക്കണോമിക്കൽ. അപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡയറക്റ്റ് സെല്ലിംഗ് കോസ്റ്റ്ലിയർ പ്രോസസ്സാണ്. കാരണം എന്താണ്, ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമ്മൾ ഓരോ ആളുകളെയും പോയി കണ്ട് അവരുടെ കൺവീനിയൻസിനനുസരിച്ചാണ് ഡയറക്റ്റ് സെല്ലിംഗ് നടത്തുന്നത്. സോ ഈ ഒരു ഇൻഡയറക്റ്റ് സെല്ലിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മിഡിൽമാൻ കൂടെ സെല്ല് ചെയ്യുന്ന സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്താണ്, കോസ്റ്റ്ലിയർ ആണ്. കാരണം നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണേണ്ട ആവശ്യമുണ്ട്. സോ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കാണാനും അതുവഴി സെയിൽസ് നടത്താനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് കോസ്റ്റ്ലിയർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക്കലായ ഇൻഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മിഡിൽമാൻ്റെ ഉപയോഗിച്ച് കോസ്റ്റ് കുറയ്ക്കുന്നു. സോ ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് ചാനൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യേണ്ടത്. കുറഞ്ഞ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഡയറക്റ്റ് സെല്ലിംഗ് യൂസ് ചെയ്യാം. കാരണം ഡയറക്റ്റ് സെല്ലിംഗ് ആണ് എക്കണോമിക്കൽ. പക്ഷേ നോർമൽ ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് ഓപ്പറേഷനുള്ള സ്ഥലത്ത് ഒരിക്കലും ഈ ഒരു ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ പോസിബിൾ അല്ല, അല്ലെങ്കിൽ കേപ്പബിൾ അല്ല എന്നതാണ് പറഞ്ഞതിൻ്റെ സാരം. സോ ഡിസ്കസ് ചെയ്ത 5 പോയിന്റും എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മിഡിൽമാൻ കൺസിഡറേഷൻ ആയിരുന്നു. മിഡിൽമാൻ കൺസിഡറേഷനിൽ 5 പോയിന്റ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് ഫാക്ടേഴ്സ് റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ എൻവയോൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. സോ എൻവയോൺമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റാണ്. അതായത് ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡ് ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ, കൃത്യമായിട്ട് എക്കണോമിക് കണ്ടീഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലീഗൽ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാവാം, ഫിസിക്കൽ സ്ട്രക്ചർ ഉണ്ടാവാം. സോ ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഈ ഒരു എൻവയോൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പറയുന്നത് എക്കണോമിക് കണ്ടീഷനാണ്. എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, when economic conditions are bright such as inflation, it is desirable to opt indirect channels of distribution because there is an all-round mood of expectancy. Market tendencies are bullish and favorable. On the contrary, if the market depresses such as deflation, short channel may be preferred. അപ്പോൾ എക്കണോമിക് കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റിൽ ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്. സോ എല്ലാവരുടെ കയ്യിലും ആവശ്യത്തിന് പണം ഉണ്ടാകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു, ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. സോ അങ്ങനെ ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ടുള്ളൊരു ട്രെൻഡാണ് മാർക്കറ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം. കാരണം ഇൻഡയറക്റ്റ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എളുപ്പത്തിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് സാധനം എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് വേറൊരു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ഉണ്ടാവാം. അതായത് ഡീഫ്ലാഷൻ എന്ന് പറയുന്ന ആളുകളുടെ കയ്യിൽ പണമില്ല, അല്ലെങ്കിൽ പണ ചുരുക്കമുള്ള ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു കൊറോണൻ്റെ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, അധികം സാധനങ്ങൾ വാങ്ങുന്നില്ല, അല്ലെങ്കിൽ എക്കണോമി വീക്കാണ്. സോ ഇങ്ങനെ എക്കണോമി വീക്കാകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ചാനൽ തന്നെ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ
എത്തിക്കുന്ന രീതിയിലുള്ള ചാനൽ സെലക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ ഡയറക്റ്റ് ചാനൽ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡയറക്റ്റ് ചാനലാകുമ്പോൾ അവിടെ മിഡിൽമാൻ ഉണ്ടാകുന്നുണ്ട്, മിഡിൽമാൻ്റെ കമ്മീഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് ചാനൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം കോസ്റ്റിൽ സാധനങ്ങൾ ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കാൻ സാധിക്കും. സോ ഇവിടെ എക്കണോമിക് കണ്ടീഷനിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ്റെ സമയത്ത് എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡയറക്റ്റ് ചാനൽ സെലക്ട് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ് ഡിഫ്ലേഷൻ്റെ സമയത്ത് ആളുകളുടെ കയ്യിൽ പണം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻ അൺഫേവറബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞതിൻ്റെ സാരം. രണ്ടാമത്തെ ലീഗൽ റെസ്ട്രിക്ഷൻ ആണ്. രണ്ടാമത്തെ പോയിന്റ് ലീഗൽ റെസ്ട്രിക്ഷനിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഗവൺമെൻറ് റൂൾസും ലോസും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ അതിൽ ചില റൂളുകൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് പരിശോധിക്കാം. ദ ലെജിസ്ലേറ്റീവ് ആൻഡ് അതർ റെസ്ട്രിക്ഷൻസ് imposed by the state are extremely formidable and gave final shape of characteristics choice. For instance, in India, MRTP Act 1969 prevent channels arrangement that tend substantially lessen competition, create monopoly and are otherwise prejudiced. അപ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ MRTP എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ട്, മോണോപ്പൊളി റെസ്ട്രിക്റ്റഡ് ട്രേഡിംഗ് പ്രാക്ടീസ് ആക്ട് 1969. അപ്പോൾ 1969 പാസ്സാക്കിയ ഈ ഒരു MRTP ആക്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാർക്കറ്റിൽ മോണോപ്പൊളി ഒഴിവാക്കാൻ, അതായത് ഒരു കമ്പനിയുടെ കുത്തക ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു MRTP ആക്ടിൻ്റെ പ്രത്യേകത. സോ ഈ ഒരു MRTP ആക്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാ ബിസിനസ്സുകാർക്കും എല്ലാ ബിസിനസ് ഓപ്പറേഷനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, മാർക്കറ്റിലെ മോണോപ്പൊളി അല്ലെങ്കിൽ കുത്തക ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള ഏതെങ്കിലും കമ്പനീസ് അങ്ങനെ ഏതെങ്കിലും ഏരിയയിൽ ഡിസ്ട്രിബ്യൂഷൻ കൈയടക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലീഗൽ റെസ്ട്രിക്ഷൻ കാരണം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ലീഗൽ റെസ്ട്രിക്ഷൻസ് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ കാര്യം. സോ ആദ്യത്തെ പറഞ്ഞത് എക്കണോമിക് കണ്ടീഷൻ ആയിരുന്നു. എക്കണോമിക് കണ്ടീഷനിൽ പറഞ്ഞ കാര്യം ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഇൻഡയറക്റ്റ് ചാനലാണ്, നേരെ ഡിഫ്ലേഷൻ്റെ സമയത്താകുമ്പോൾ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ ലീഗൽ റെസ്ട്രിക്ഷൻ. ലീഗൽ റെസ്ട്രിക്ഷൻ ഉദാഹരണം നമ്മൾ പഠിച്ചത് MRTP ആക്ട് പ്രകാരമാണ്, അതല്ലെങ്കിൽ MRTP ആക്ട് ഉദാഹരണമായിട്ടാണ് എടുത്ത് പഠിച്ചത്. മോണോപ്പൊളി റെസ്ട്രിക്റ്റഡ് ട്രേഡിംഗ് പ്രാക്ടീസ് 1969, 1969 മോണോപ്പൊളി ഒഴിവാക്കുക, അല്ലെങ്കിൽ എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും മാർക്കറ്റിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി നടത്തുക എന്നുള്ളതാണ് ഈ ഒരു MRTP ആക്ടിൻ്റെ പ്രത്യേകത. സോ ഈ ഒരു MRTP ആക്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിൽ വേറെ ഒരു ബിസിനസ് ഇല്ല, അല്ലെങ്കിൽ വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ല, നമുക്കവിടെ മോണോപ്പൊളി ഉണ്ടോ എന്നുള്ള കാര്യം ഇവർ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യുകയും ആ ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സ് ചാനലാണ്. അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഏത് ചാനലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്, ഏത് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ് നിലനിൽക്കുന്നത്. സോ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഏത് ചാനലിലാണ് വിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. കാരണം അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് ഫോർമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇവിടെ പറയുന്ന കാര്യം, ദിസ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ ചാനൽ ചോയ്സ് ഡിസിഷൻ. മോസ്റ്റ്ലി ഇൻ പ്രാക്ടീസ് സിമിലർ ടൈപ്പ് ഓഫ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ യൂസ്ഡ് ബൈ ദ കോമ്പറ്റീറ്റേഴ്സ് ആർ പ്രിഫേർഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ചാനൽ തന്നെ പ്രിഫർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഏതൊരു ഓർഗനൈസേഷൻ ആയാലും അവർ ശ്രമിക്കുക എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞ ചിലവിൽ പ്രോഡക്റ്റ് എത്തിക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്. നാലാമത്തെ പോയിന്റ് ഫിസിക്കൽ സ്ട്രക്ചറാണ്. അപ്പോൾ നാലാമത്തെ പോയിന്റ് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് എ കൺട്രി ഓൾസോ ഇൻഫ്ലുവൻസ് ദ ചാനൽസ് ചോയ്സ് ഓഫ് ഡിസിഷൻ. ഫോർ ഇൻസ്റ്റൻസ്, ഇൻ ഇന്ത്യ സ്റ്റേറ്റ് സെയിൽസ് ടാക്സ് റേറ്റ് vary from state to state and from significant part of the ultimate price payable by a consumer. As a result of it became an important factor in evolving channels arrangements.
Differences in the sales tax rates in two different states would not only bring about difference in the price payable by consumer but also in the distribution channel selected. അപ്പോൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, 2 ഉദാഹരണം എടുത്ത് വച്ച് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഇലക്ട്രോണിക് ഗുഡ്സ്, കേരളത്തിൽ നിന്ന് വാങ്ങുന്ന ഇലക്ട്രോണിക് ഗുഡ്സും മാഹിയിൽ നിന്ന് വാങ്ങുന്ന ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെയും പ്രൈസ് നിങ്ങൾ കമ്പയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസം മനസ്സിലാക്കിയിട്ടുണ്ടോ? സോ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും, അതായത് മാഹി വരുന്നത് പോണ്ടിച്ചേരി സ്റ്റേറ്റിൻ്റെ അധീനതയിലാണ്, നമ്മളെ വടകര അല്ലെങ്കിൽ പേരാമ്പ്ര വരുന്നത് കേരളം സ്റ്റേറ്റിൻ്റെ അധീനതയിലാണ്. സോ പോണ്ടിച്ചേരി എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. കേന്ദ്ര ഭരണ പ്രദേശമാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, കുറഞ്ഞ ചിലവിൽ സാധനങ്ങൾ അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. എവിടെ? മാഹിയിൽ. പക്ഷേ കേരളത്തിലാകുമ്പോൾ എന്ത് ചെയ്യുന്നു, ടാക്സ് റേറ്റ് കൂടുന്നു. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, റേറ്റ് നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്ന റേറ്റും കൂടുന്നു. സോ ഈ ഒരു സെയിൽസ് ടാക്സ് ഓരോ സംസ്ഥാനങ്ങളും നിർണ്ണയിക്കുന്ന സെയിൽസ് ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ മാറ്റം വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണം, നിങ്ങൾ ലിക്കറിൻ്റെ ഒരു ഉദാഹരണം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 2 സംസ്ഥാനങ്ങളിലും ഏർപ്പെടുത്തുന്ന ടാക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയേഷൻ ഉണ്ട്. സോ പറഞ്ഞ നിങ്ങളെ ഈ ഉദാഹരണങ്ങളിലെല്ലാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഓരോ സംസ്ഥാനങ്ങളിലെയും ടാക്സ് റേറ്റ് വ്യത്യാസമുണ്ട്. ഈ ഒരു ടാക്സ് റേറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മാഹിയുടെയും കേരളത്തിൻ്റെയും ഒന്നെടുത്ത് കമ്പയർ ചെയ്താൽ, മാഹി വരുന്നത് കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയുടെ കീഴിലാണ്. അവിടെ കമ്പാരിറ്റീവ്ലി ടാക്സ് റേറ്റ് കുറവാണ്. കേരളത്തിൽ എന്താണ്, ടാക്സ് റേറ്റ് കൂടുതലാണ്. സോ ഈ ഒരു ടാക്സ് റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഫിസ്ക്കൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ 4 പോയിന്റ് നമ്മളിപ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടറിൽ പറഞ്ഞിട്ടുണ്ട്. 4 പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമിക് കണ്ടീഷനാണ്. എക്കണോമിക് കണ്ടീഷനിൽ പറഞ്ഞ കാര്യം സിമ്പിളാണ്. അതായത് ഇൻഫ്ലേഷൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നു. ഡിഫ്ലേഷൻ സമയത്ത് ഡയറക്റ്റ് മെത്തേഡ്. രണ്ടാമത് പറയുന്ന ലീഗൽ റെസ്ട്രിക്ഷനാണ്. നമ്മൾ MRTP പോലുള്ള ആക്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സ് ചാനലാണ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ചാനൽ നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മളും ചാനൽ കൃത്യമായി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അഞ്ചാമത്തെ ഫിസ്ക്കൽ സ്ട്രക്ചറിൽ പറയുന്ന പ്രധാന കാര്യം, നമ്മുടെ ഇൻകം ടാക്സ് അല്ല, സെയിൽസ് ടാക്സ് ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഉദാഹരണം നമ്മൾ പറഞ്ഞത് കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയുടെ കീഴിൽ വരുന്ന മാഹിയും കേരളത്തിൻ്റേതാണ് പറഞ്ഞത്. കേന്ദ്രഭരണ പ്രദേശത്ത് ടാക്സ് റേറ്റ് കുറവാണ്, പക്ഷേ കേരളത്തിൽ എന്താണ്, ടാക്സ് റേറ്റ് കൂടുതലാണ്. സോ ഈ ഒരു ടാക്സ് റേറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ പഠിച്ചത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ 5 ഫാക്ടേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 5 ഫാക്ടേഴ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫാക്ടർ റിലേറ്റിംഗ് ടു പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. രണ്ടാമത്തേത് കമ്പനി ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നാമത്തേത് മാർക്കറ്റ് ആൻഡ് കൺസ്യൂമർ ക്യാരക്ടറിസ്റ്റിക്സ്. നാലാമത്തേത് മിഡിൽമാൻ കൺസിഡറേഷൻ. അഞ്ചാമത്തേത് എൻവയോൺമെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. കൃത്യമായ നിങ്ങളെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്ലാസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് തരിക. താങ്ക് യു.